ഗുഡ് മോർണിംഗ് ഗേൾസ്. അതെ, അപ്പോൾ 6 രൂപയ്ക്ക് ആയിട്ടാണ് തിരിച്ച് ഇവിടെ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ശ്രീതങ്കട് നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ മിറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഫുള്ള് ചെടി. അപ്പോൾ ചെടി കണ്ടിട്ടുള്ള പോക്കാണ്ടത്. വേണ്ട മുഖത്ത് കണ്ട സന്തോഷം ചെടി കണ്ടതിൻ്റെയാണ്. ഗൈസ് ഇത് കണ്ട, ഇത് ഊട്ടിപ്പൂവില്ലേ പഞ്ഞ, അതിൻ്റെ വെള്ള കണ്ടോ ഉണ്ടോ? ഇതിൻ്റെ പൂ പൊട്ടിച്ച് പോയ ഒരാളുണ്ടോ? ആ, ഞങ്ങളിതൊക്കെ പൊട്ടിക്കും. അമ്മയ്ക്ക് ഇതൊക്കെ പറിച്ചെടുത്ത് എൻ്റെ മോള് ഇതേപോലത്തെ ചെടികളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക. ഇവളെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ കെട്ടിടാം. ഇതൊക്കെ എന്ത് ശരിയാണെന്ന് അറിയില്ല. ഇല കണ്ടിട്ട് ഡാലിയാന്ന് മനസ്സിലായി. ഫ്ലവർ ഷോന് വന്നിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ പൂക്കളും അടിപൊളി പൂവാണല്ലോ. എൻ്റെ മോൾക്ക് ഇത് എവിടുന്ന ഒരു പൂ കിട്ടിയിട്ടുണ്ട്. പൂവാന്നറിയുന്നവ കമൻറ്റ് ചെയ്യുക. നല്ല രസത്തിലുണ്ടായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതായത് ശ്രീതങ്ങള് എനിക്ക് ആ ചെടിയുടെ കൊമ്പൊക്കെ മുറിച്ചെന്ന്. അതൊക്കെ കഴിഞ്ഞതേ ആവണി അമ്മ പറയുന്ന ചെടിയൊക്കെ പറിച്ച് കൊടുത്ത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തം നമ്മൾ ഇവിടുന്ന് പൊട്ടിച്ചു. ഞങ്ങൾക്കിത് ഇവിടുത്തെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കൊണ്ട് ഒളിപ്പിച്ച് വെക്കാം. ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂവ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി നമ്മൾ റൂമ് പോവാണ്. നമ്മളിനി ഫുള്ള് കാഴ്ചകൾ കാണാൻ പോകണം. എന്നിട്ട് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഓണറിൽ വന്നപ്പോൾ വട്ടവടയിൽ നിന്ന് കുറച്ച് പാട്ടൊക്കെ മേടിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണ്. പോണ വഴിക്ക് ഫുള്ള് ഇങ്ങനത്തെ എന്താ തേയിലത്തോട്ടം അങ്ങനത്തെ ഒക്കെ. ഹോട്ടലിന് ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്നിട്ടുള്ള സൈറ്റ് അടിപൊളിയായിരുന്നു. കണ്ട പിന്നെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സൂര്യനെ കുതിച്ച് വരണമൊക്കെയുള്ളൂ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ വന്നു. ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് ഏത് ഫുഡാണ് കിട്ടുന്നത് അത് നമ്മൾ മേടിച്ച്. നമ്മൾ പൊറോട്ടയൊക്കെയാണ് മേടിച്ച് കഴിച്ചേട്ടാ രാവിലെ തന്നെ. അത് കഴിഞ്ഞ് പോണ വഴിക്ക് ഫുള്ള് പിന്നെ ഈ എന്താ പറയുക ഇങ്ങനത്തെ ഓരോ മരങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പോണ വഴിക്കുള്ള വഴിയൊക്കെ അടിപൊളിയായിരുന്നു. കണ്ട നല്ല രസമായിരുന്നു. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ലിയർ റോഡ്, നല്ല കളർഫുള്ളായിട്ടുള്ള സ്ഥലം. പിന്നെ ഒരു സൈഡ് ഫുള്ള് എന്താ പറയുക പുല്ല്, മറ്റേ പച്ചപ്പുല്ലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. ദേവികുളം നല്ലൊരു സ്ഥലം അവിടെ കാണാം. ചെറുതായിട്ട് ഇങ്ങനെ മഴച്ചാറിലൊക്കെ ഉണ്ട്. ഇല്ലയോ ഇവിടുത്തെ റോഡുകളിലൊന്നും അധികം തിരക്കില്ല കേട്ടോ. അത് കാരണം തന്നെ ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് അവിടെയൊക്കെ. പിന്നെ പോണ വഴിക്ക് ഫുള്ള് വീണ്ടും തേയിലത്തോട്ടം തന്നെ, ഫുൾ തേയിലത്തോട്ടം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പെരിയ കനാൽ വാട്ടർഫോൾസ് അവിടെ എത്തി. അപ്പം അത് കാണാനായിട്ട് ഇറങ്ങി. ഗൈസ് ഇതാണ് വാട്ടർഫോൾ. നമ്മളുടെ നേരത്തെ കഞ്ഞിച്ച് കിടന്നുറങ്ങി. ഇവിടെ എത്തണ വരെ കിടന്നുറങ്ങിയായിരുന്നു. ഉറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ എണീറ്റു. ഇപ്പൊ ഗൈസ് തണുപ്പ് മാറി ചൂടായിട്ടോ. പറിക്കാൻ പാടില്ല. ഞാനിങ്ങനെ കൈ പിടിച്ച് നിൽക്കാം. ഫോട്ടോ നല്ല ടേസ്റ്റുള്ള മുന്തിരി. ഹായ് നല്ല മധുരമുണ്ട് കേട്ടോ. നിറച്ച് വിഷമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ. യെസ് ഗൈസ്. അപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തിന്നു. തിന്നരുതെന്ന് പ്രത്യേകം പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് നമ്മൾ തിന്നു.
ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഒരു കാർട്ടൂൺ മുന്തിരിയൊക്കെ മേടിച്ചിട്ടാണ് നമ്മളവിടെ ഇറങ്ങിയതിട്ടാ. നമ്മൾ വേഗം ഇറങ്ങി. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം ഇറങ്ങിയതാണ്. വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് വെള്ളച്ചാട്ടം നിർത്തി. ഒന്നും കണ്ടില്ല നമ്മൾ തിരിച്ച് ഇനി പോവാൻ. അപ്പോൾ നമ്മൾ കേരളത്തിലെത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറിയിട്ട് അവിടെ. അപ്പോൾ അതേ ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ വരുന്ന വഴിക്കുള്ള ഓരോ സ്പൈസസിൻ്റെ കടയിലൊക്കെ കയറി. അവിടെ ഫുള്ളിങ്ങനെ ചാക്കിലാക്കിയിട്ട് ഓരോരോ സ്പൈസസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് ശേഷമൊക്കെ മേടിച്ചു. പിന്നെ ഞാനും അവനും കൂടിയിട്ട് തേയിലയിലൊക്കെ കഴിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മളപ്പോൾ തന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അത് കാണാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടാണ്. ഇതാണ് ആ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. നമ്മൾ തട്ടുകട തപ്പിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് വഴിയിലാണ് തട്ടുകടയിൽ കയറി. ഈ തട്ടുകട തുടങ്ങിയിട്ടാകെ 3 ദിവസമായിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ നല്ല ഫുഡായിരുന്നു അവിടുത്തെ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. നല്ല സൂപ്പർ ഫുഡ് കഴിച്ച് തട്ടുകട ഫുഡ് അതെ ഇതാട്ട കട. ഈ വഴി പോണവരൊക്കെ ഇവിടുന്ന് കഴിച്ചോ. സ്ഥലം പൊള്ളാൻ ചാമപ്പാട് ബാക്കിയെല്ലാം പൈനാപ്പിള് വരെ ഇവിടെ വിൽക്കാൻ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട് ഈ തട്ടുകടയിൽ ഒരു പുതിയ ഒരാളെ പരിചയപ്പെട്ടു. ദിസ് ഇസ് വിച്ചു. ഇതാണ് കേട്ടോ വിച്ചു. വിച്ചു ഹായ് പറഞ്ഞേ. ഹായ് പറയും. ഹായ് പറയും. ഇത് വിച്ചുവിന്റെ ചേട്ടൻ, ഇത് വിച്ചുവിന്റെ മാമൻ. അവൻ നാണം വന്ന്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫുൾ ടൈം കിടന്നുറങ്ങി. അപ്പം നമ്മൾ വീടൊക്കെ എത്തി. എല്ലായിടത്തും ബൈ ബൈ ഒക്കെ പറഞ്ഞ്. അപ്പോൾ ഓക്കെ ബൈ.